13 ദോശയൊക്കെയായിട്ട് വിജയിച്ചിരിക്കുന്നു. ഒരു ഫുഡ് ചലഞ്ച് ആയാലോ? നമ്മുടെ വോയിസ് ഓഫ് കൊട്ടാരൊക്കെ ഇല്ല, ആദ്യമായിട്ട് ഒരു ഫുഡ് ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്, അതും എന്റെ സ്വന്തം നാടായ വെട്ടിക്കലിൽ നിന്ന്. അപ്പൊ നമുക്ക് ഫുഡ് ചലഞ്ച് എന്താണെന്ന് കേട്ടാലോ? നമ്മൾ കുറച്ച് ദോശ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ പബ്ലിക്കിൽ നിന്ന് റാൻഡം ആയിട്ട് 3 പേരെ സെലക്ട് ചെയ്യും. അവരിൽ ആരാണോ ഏറ്റവും കൂടുതൽ ദോശ കഴിക്കുന്നത് ഒരു ദോശയ്ക്ക് നമ്മൾ 20 വെച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിൽ പോയാലോ? ഹലോ ബ്രോ, ഹലോ ബ്രോ, ഒരു ചലഞ്ച് ചെയ്യാൻ താല്പര്യം എന്തോ? പറഞ്ഞതിന് ഓക്കെ ചേട്ടാ, ഒരു ഫുഡ് ചലഞ്ച് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? ചെയ്യാം ചേട്ടാ, ഒരു ഫുഡ് ചലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചെയ്യാം. നമുക്ക് ചെറിയൊരു മാറ്റമുണ്ട്. ചേട്ടന്റെ കച്ചവടത്തിലെ കാരണം ചേട്ടൻ ഒരു പയ്യനെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അവന്റെ പേരെന്താ? യദു. അപ്പൊ നമ്മൾ 3ാമത്തെ പാർട്ടിസിപ്പന്റ് യദു. അപ്പൊ നമ്മൾ 3 പേര് റെഡി ആയിട്ടുണ്ട്. നമുക്ക് 3 പേരുടെ പേര് കൂടെ നമ്മൾ ചോദിക്കാം. പേരെന്താ? ഉണ്ണിക്കുട്ടൻ. യദു. ധനുഷ്. അപ്പൊ നമ്മുടെ റൂൾസ് എന്ന് വെച്ചാൽ ആരാണ് ഏറ്റവും കൂടുതൽ ദോശ കഴിക്കുന്നത് ആ ഒരാൾക്ക് നമ്മൾ ഒരു ദോശയ്ക്ക് 20 വെച്ച് തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ കഴിച്ചു തീരുന്നവരെ ഈ വെള്ളം 3 ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഓക്കെ, എന്നാ പരിപാടിയിൽ സ്റ്റാർട്ട് ചെയ്യല്ലോ. എന്നാ അപ്പൊ നമ്മൾ എല്ലാവർക്കും ഈ 3 ദോശ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തല്ലോ. എല്ലാരും ഓരോ ദോശ കവർ ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റായി. എളുപ്പം കഴിക്കുക. നമ്മൾ ഉണ്ണിക്കുട്ടൻ ഇവിടെ 2 ദോശ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ ഉണ്ണിക്കുട്ടൻ 3ാമത്തെ ദോശ കംപ്ലീറ്റ് ആക്കാറായി. ഉണ്ണിക്കുട്ടൻ 3 ദോശ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീണ്ടും 2 ദോശ വാങ്ങിച്ചിട്ടുണ്ട്.